السلام عليكم ورحمة الله وبركاته. ആദ്യം ഉസ്താദ് പറഞ്ഞമായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടൊക്കെ അറിയില്ല. അപ്പൊ ആയതുകൊണ്ട് എല്ലാവരും സലാം അടക്കിയിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബിരുദം ഉള്ള ഒരാളുടെ പരിപാടി. ഉടൻ അങ്ങനെ ഒരു ബിരുദം, അങ്ങനെ ഒരു പേരുള്ള ഒരാളുടെ ഒരു പരിപാടിയാണ്. ഇതിൽ പ്രത്യേകതയൊന്നുമില്ല, പേരിന് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ കുറെ പ്രത്യേക ഗാനങ്ങൾ പാടുക, അത് എവിടെ വിളിക്കടിച്ച് അവിടെയൊക്കെ പാടും. എവിടെ സമയത്തിലോ നമുക്ക് പാടും. അങ്ങനെ 10-65 വർഷക്കാലം വെറും ഈ പാട്ടിൽ കൂടി നടക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോ നിങ്ങളെ നമ്മുടെ മക്കാമിന്റെ സിയാറത്തിന് വന്നപ്പോൾ ആണ് ഇപ്പൊ മറ്റുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തിനുള്ള തുടക്കം ഉണ്ടാകും. കാരണം സ്കൂളിൽ പോയി പിന്നെ വേറെ പോയി കേൾക്കണം. അപ്പൊ എന്റെ പാട്ടിൽ നിന്നുള്ള മധ്യകാലങ്ങളും ഉണ്ട്, ആസികാലങ്ങളൊക്കെ വേണ്ടടുത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോ ഞാൻ ആദ്യം തന്നെ പ്രവാചക സംബന്ധിച്ച് ഒരുപാട് പഴക്കാണ്. അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആരോ എഴുതിയ ഒരു പാട്ട്, അതാണ് ഇപ്പൊ എന്റെ മനസ്സിൽ നമ്മൾ പാടിയോട്ടെ. കഞ്ചമാമലർ പാതഗതി കഞ്ചമാമലർ പാതഗതി യാസീനേ കഞ്ചമാമലർ പാതഗതി യാസീനേ കഞ്ചമാമലർ പാതഗതി പഞ്ചഭൂതം ചമൈന്റെ കരുണാമതി പാപഗംഗളെ പോക്കും വിശുദ്ധനിധി പഞ്ചഭൂതം ചമൈന്റെ കരുണാമതി പാപഗംഗളെ പോക്കും വിശുദ്ധനിധി അഞ്ചിലാകെ നിറൈന മതി യാസീനേ കഞ്ചമാമലർ പാതഗതി യാസീനേ കഞ്ചമാമലർ പാതഗതി മീമിലാടി മുളൈത്തെ മുസമ്മിലേ ഭീമലങ്കാരം കൊണ്ട് മറിമൂതരെ മീമിലാടി മുളൈത്തെ മുസമ്മിലേ ഭീമലങ്കാരം കൊണ്ട് മറിമൂതരെ ഹമിദാനി അഹ്മദൻ യാസീനേ കഞ്ചമാമലർ പാതഗതി യാസീനേ കഞ്ചമാമലർ പാതഗതി ഷഫീഉള്ള അധികാരം സമ്പാദിച്ച സർവശക്തീപതിയായുദിത്തെ ഷഫീഉള്ള അധികാരം സമ്പാദിച്ച സർവശക്തീപതിയായുദിത്തെ ഹാഫ് ആയ അയൻ സാദിലുടെ യാസീനേ കഞ്ചമാമലർ പാതഗതി യാസീനേ കഞ്ചമാമലർ പാതഗതി പൊന്നുലകത്തലങ്കാരപ്പൂനാഥനെ പൊർപ്പതാകൃതി തങ്കന്നെ പാടുവീരെ പൊന്നുലകത്തലങ്കാരപ്പൂനാഥനെ പൊർപ്പതാകൃതി തങ്കന്നെ പാടുവീരെ ചിന്നനായ അവനാനൻ യാസീനേ കഞ്ചമാമലർ പാതഗതി യാസീനേ കഞ്ചമാമലർ പാതഗതി. അതൊരു പഴയ രചനയാണ്. പഴയ ഒരാള് ചിന്നനാവറ എന്ന് പറയുന്ന നമ്മളാരും കണ്ടിട്ടില്ലാത്ത
എൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാൾ പാടിയ പഴയ പാട്ടാണ്. അടുത്തതായിട്ട് നമുക്ക് എന്താ വിടുക എന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മക്കുറവ് വളരെ ഉണ്ട്, എന്നാലും ആലോചിച്ച് പിടിച്ചിട്ടൊക്കെ ഞാൻ കൊണ്ടുവരും. നമുക്ക് ബദരികളും ഓർമ്മപ്പെടുന്നത് ബദറിനെ സംബന്ധിച്ചിട്ട് ഒരു പാട്ട്, ഒരു കെസ് പാട്ട്. അതിനെ മുഖപുരയായിട്ട് ഞാൻ പലതും പറയാറുണ്ട്, ഇവിടെ നിങ്ങളോട് പറയേണ്ട ആവശ്യം. അപ്പൊ അതുകൊണ്ട് 104 ഈശ്വരകളിൽ കൂടി മോയിൻ കുട്ടി വൈദ്യർ വിവരിച്ചിട്ടുള്ള സുദീർഘമായ ബദർ യുദ്ധ ചരിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ബദർ ചരിത്രത്തെ ആറ്റിക്കുറുക്കി ഒഴക്കാക്കിയിട്ടുള്ള വാക്കുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഭരണ സംബന്ധിച്ച ചെറിയ വിശദീകരണം, ചെറിയ വിവരണം നൽകുന്നൊരു പാട്ട്. ഷാമിന്ന് വരുന്നുണ്ട് ജോറിൽ എന്ന് ആരംഭത്തിലു നബി മദീനയിൽ ഇരിക്കുമ്പോൾ ചാരനൊരുത്തൽ വന്ന് കൂറി. മുഹമ്മദ് നബി അപ്പോൾ ബദറിൽ പോയി കടന്ന് 300-ലേറെ സഹാബത്തും കൂടെ നടന്ന് ഷാമിന്ന് വരുന്നവരെ പിടിക്കുവാനിരുന്ന് സംശയം തോന്നിയ ഒരു പടി മാറി ഭയന്ന് കൺമണിയിൽ കഥ കൊണ്ടു പറഞ്ഞില്ല. അബൂജഹൽ കേട്ടിയ വാർത്തകൾ പിന്നെ മടിച്ചില്ല. അടൽ ചെയ്യാൻ ആയുധമെടുത്ത് കയ്യിൽ 1000 പേരുടെ വയ്യിൽ കഥ നബിയുള്ള കേട്ടപ്പോൾ സഹാബൂരിൽ ചോദി നമ്മൾ എന്തേ ചെയ്യുമെന്ന് പറയുവാൻ ചിലപ്പോൾ ചിന്തിച്ച് മറുപടി കോരി. ഒട്ടുമേ നമുക്കിന്ന് മടങ്ങുവാനൊക്കില്ല, ഒന്നാകെ ഞങ്ങളിന്ന് പൊരുതാതിരിക്കില്ല. ദുഷ്ടന്മാരുടെ കഥ കാണിക്കാതെ പറ്റില്ല. പഹാവെ ഒരിക്കലും വ്യസനിച്ചിരിക്കല്ല. കേടികൾ മൂസ തങ്ങളുടെ മത്ത് പറഞ്ഞപ്പോൾ കരുതുക വേണ്ട നമ്മുടെ ഹാലത്ത്. റമദാനിൽ തിട്ടമിൽ പാതിയിലെഴുന്ന് പാർട്ടികൾ ഒരുങ്ങി നിന്ന് എന്നപ്പോൾ നബിയുടെ തടാകത്തിന്റെ അരികത്ത് വന്നും കൊണ്ട സുഹൃത്ത് ചൊല്ലി. ഇന്ന് നേരാണ് ജലം കോരി കൂടി കുഞ്ഞാനിത് കേട്ട് പീരിത പൂലിയ ഹംസാവെള്ളി. ഇന്ന് നീ ഒരിക്കലും കുട്ടിക്കുവാൻ നോക്കണ്ട, ആയുസ് വേണമെങ്കിൽ മടങ്ങിക്കോ നിൽക്കണ്ട. എന്നിലുള്ള കാലം ചിഹ്നം മിൻസും വരണ്ട, ആരെയും വെട്ടി നോക്കിയിട്ടു ശക്തി വെക്കണ്ട. ചൊല്ലത് കേട്ടത് ദുഷ്ടതീടലായി കുടിക്കുവാൻ ചാടി ഉടൽ പുലി ഹംസവിലങ്ങിടലായി കൊന്നിടയാസിമദീനെ. പിന്നെ അവർ സഫിൽ വന്നപ്പോൾ മാറ്റി തുമ്പിൽ പത്തും ശരീപത്തും മുന്നിട്ട് നബിയോടിൽ വാടി. സത്യം വീരന്മാരൊന്നുണ്ടെങ്കിൽ ഒന്നിറക്കട്ടെ, അവരുടെ കാര്യം കാണിക്കും ഞങ്ങൾ കൂടി. അന്നേരം ഉബൈദത്തും സിംഹക്കുട്ടി ഹംസയും ആരാരും ഭയപ്പെടും പുലിക്കുട്ടി അനിയും വന്നുടൻ വാഴുകളെ കലാവില ധ്വനിയും. വേഗത്തിൽ അവർ കൊല്ല ചെയ്ത് 3 പേരെയും ഇതിലെ കണ്ട് കുറേശികളൊപ്പരമേ പൊരുതുവാൻ വന്നുകളത്തിറങ്ങിയ കൂറ്റവുമേ. പറയുകിൽ പിന്നെയോ വെട്ടും ഇടിയും ചൊല്ലുകിൽ കൂട്ടക്കൊലയും. കൂട്ടക്കൊല നടക്കും സമയത്ത് നബിയുള്ള തേടിക്കൊണ്ടിരിക്കുന്നു കോരി. നിന്റെ കൽപ്പന നിറവേറ്റു സഖികളിൽ സഹായം നീ നൽകുന്നില്ലയോ സുബ്ഹാനേ. പെട്ടെന്നിറങ്ങി വന്ന 1000 മലക്കുകൾ വെട്ടുന്നു കുഫ്റുകളിൽ പൊങ്ങി അലമുറകൾ. ഒട്ടേറെ തെറിച്ച് പോയി അവരുടെ തലകൾ. ഒടുന്ന ചിതയിലും ഉണ്ട് പല മുറികൾ. പിടിപിടിച്ച് കുഫ്റുകളിലൊപ്പരമേ സൂറ
നാമത്തിൻ വേഷമണിഞ്ഞ് വിലീസവനിപ്പൊഴുതിൽ വിറകുന്നു ദുഷ്ടനാകു ജാഹിലിൻ കൈ തട്ടി മാറ്റി കുതറിപ്പോയി കുതറിക്കൊണ്ടാവൻ ചൊല്ലി നിനക്കെന്ന് കനിയുവാൻ സാധിക്കാത്തൊരു തരക്കാരെ ഞാനേ കാണുന്നുണ്ടത് കൊണ്ട് ബുദ്ധിച്ചോടി പോകുന്നു ഞാൻ ഒന്നും നീ പറയണ്ട തത്തീരം മക്കള് കുതിച്ച് ഇടതന്നിൽ വെട്ടിയപ്പോൾ ജഹല് നിലം പതിച്ച് അതിൽ മകൾ തല മൂടിച്ച് 70 ഊരുകളുടെ ശിരസന്നി തെറിച്ച് മുത്തറസൂൽ വിജയിച്ച് വടങ്ങിടലായി അനവധി സ്വത്തുകളും സഹബിന്ദിൽ പിച്ചിടലായി അവരാലെ ആദിയോനെ നീ കവിക്ക് ഏതിലും രക്ഷാജോലിക്ക് ഒമന നബിയോനെ സുഫിയാനും കൂട്ടല് ഷാമിന്ന് വരുന്നുണ്ട് ജോറിൽ എന്ന് ആരംഭത്തിലു നബി മദീനയിൽ ഇരിക്കുമ്പോൾ ചാരനോരുത്തൻ വന്ന് കൂറി 14 ദിവസം പാടി പറയുന്ന സംഭവം ഒറ്റ പിള്ളലോട് തീർത്ത് അപ്പൊ അതുകൊണ്ട് ഒരു ചുരുക്ക ബദൽ അൽഹംദുലില്ലാഹ് അടുത്തതായിട്ട് നമുക്ക് നിങ്ങൾക്ക് പലവിധ മറ്റുള്ള ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള സമയം തന്നെ ഇല്ല. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളെ കുറിച്ചിട്ട് യാതൊരു ഒരുപാട് സമയം നഷ്ടം നിങ്ങൾക്ക് വരും. അപ്പൊ അതുകൊണ്ട് സമയം നഷ്ടപ്പെടാതെ കാശ് ചെലവാക്കാതെ നമുക്ക് ഒരു സിയാറത്തിന് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒന്നെന്താ? കാറിലൂടെയൊന്നുമല്ല, മനസ്സാണ്. അപ്പൊ എന്റെ വീട്ടിന്റെ മനസ്സാണ്. അതുപോലെ അപ്പൊ അത്രയും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള നിങ്ങളുടെ മനസ്സിനെ എന്റെ പാട്ടിൽ പറയുന്ന ഓരോ മതാമാർക്കുകളിലേക്കും ക്ഷണിച്ചുകൊണ്ട് നമുക്കൊരു സിയാറത്ത് പൊന്മലർ ഹാജ നൽമകാമിലും സിയാറത്തിനായെത്തണം. 4 ഹത്തം തീർത്ത് ദുആ ചെയ്യുവാനേൽപ്പിക്കണം. തങ്ങളാം തീ കോട്ടിലെ തുണ്ണിതന്യാറത്തിനും തങ്ങിയാസീനും ദുആ തേടി പാടുകത്തിലും മാനിതാ പൂവാടി മഞ്ഞക്കുളം തന്നിലും മാരുതൻ വീശും തെരുവത്തശേഹോലിലും മാലികുദ്ദീനാരമാമുടൻ പോകണം. മാലയൊന്നർപ്പിച്ച് മാനസുഖം നേടണം. മമ്പുറം മാകാമിലെ സയ്യിദലവി തങ്ങളെ മൺമറഞ്ഞിടത്തിലും ചെല്ലണം നമ്മളെ. പെരുമ്പടപ്പിൽ കുത്തന പള്ളിജാറത്തിലും തങ്ങിയാസീനും ദുആ തേടി വർഗത്തിലും മാനിതാ പൂവാടി മഞ്ഞക്കുളം തന്നിലും മാരുതൻ വീശും തെരുവത്തശേഹോലിലും മാലികുദ്ദീനാരമാതും കാണണം. മാലയൊന്നർപ്പിച്ച് മാനസുഖം നേടണം. പാട്ടില് പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മേലിതായൊക്കെ പാടിപ്പോവാണ്. മനസ്സിലത് വ്യക്തമായിട്ട് പാടാൻ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഏത് എഴുത്തും ഇല്ലാത്തതുകൊണ്ട് ഇത് അവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തതായിട്ട് ഒരു പാട്ട് പാടും. ആദ്യ പിതാവാദം നബി തൊട്ടമ്പിയ കൂട്ടമതെല്ലാം കാത്തൊരു മുത്ത് റസൂല് ജനിക്കും കാലമേ എന്ന് വരും ഈ പുണ്യമഹാനായുള്ള പൊന്ന റസൂല് എന്നവരോടും മന്നവനിൽ സതമേരമേ.
ആദരവേറും മുത്തു റസൂല് ജനിച്ചു വളർന്നൊരു കാലത്ത് അന്തറസൂലാണെന്ന് ഇലാഹി ഓദിതനായെന്നാലത്തിൽ ആമിന ബീവിന്റെ ഓമന മോനായി മുത്ത് ജനിച്ച് മക്കത്ത് ആദരവോടെ മലക്കുകൾ വാരി പാറി നടന്ന് മാനത്ത് പാവനമാം ഇസ്ലാമക ബോധം ലോകർ കോതിടുവാനായി പാലിലിറങ്ങി മുഹമ്മദ് മുസ്തഫ വന്നല്ലോ പാല് കൊടുത്തു വളർത്തിടുവാനായി അന്ന് ബീബി ഹലീമ പൂവിനെ വാരിയെടുത്തുടൻ വീട്ടിൽ ചെന്നല്ലോ കാമിനിയാളുടെ വീട്ടിൽ തിരുനബി പാല് കുടിച്ച് വളർന്നല്ലോ കാലമതങ്ങനെ നീങ്ങി നബിക്ക് വരാൻ വയസ്സ് കഴിഞ്ഞല്ലോ കോമളനായ കുഞ്ഞിനെ ബീബി ഹലീമ എടുത്ത് നടന്നല്ലോ കാമിനി ആമിനെ മൂപ്പിലിറക്കി ബീബി ഹലീമ പിരിഞ്ഞല്ലോ കൗതുകമേറിയ ഓമന മോനെ അന്ന് ആമിന ബീവി ഓമനയായി വളർത്തി വരുന്നൊരു കാലത്ത് ആമിന ബീവിയുടെ ഒഴിപിടിപ്പാനായി തന്നിലായി കൽപ്പന കൊണ്ട് മലക്ക് വരുന്നൊരു നേരത്ത് മുത്തു റസൂലിന്റെ ഉമ്മ പിടിച്ചിട്ടത്തിലെ ചുംബനം ചെയ്യുന്നു ദുഃഖമനേകം അത്ഭുത തന്നിൽ മുത്തളം കെട്ടി തടയുന്നു മുത്തു റസൂലിനെ ഒറ്റ കെട്ടിട്ടുമ്മയും വിട്ട് പിരിയുന്നു ഒറ്റക്കാലൊരു ദുഃഖത്താലെ താമരമൊട്ട് കരയുന്നു ആദ്യ പിതാവാ കന്നബി തൊട്ടം വീയ കൂട്ടമതെല്ലാം കാതൊരു മുത്തു റസൂല് ജനിക്കും കാലമേ എന്നുവരും ഈ പുണ്യമഹാനായുള്ള പൊന്നു റസൂല് എന്നവരോടും മന്നവനിൽ സദാ നേരമേ. കേരളത്തിലെ ഇന്ത്യയിൽ നമ്മുടെ അറിവിൽപ്പെട്ടതും അറിയപ്പെടാത്തതും ഒരുപാട് മഹാന്മാരൊക്കെ വന്ന് അവരെ നമ്മളെ വിട്ടുപിരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാൻ 10-16 വർഷം കേരളത്തിൽ ജീവിച്ചിട്ടു തീവണ്ടി കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെ 16ാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായിട്ട് രണ്ടഭിപ്രായമാണ് പുറത്താണോ തിരുവിലാണ് രണ്ടാമത് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ആദ്യമായിട്ട് തീവണ്ടി കാണാം. തീവണ്ടി അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തീവണ്ടി കടന്നു വരും. അതിഭയങ്കരമായ ശബ്ദത്തോടും ഒരുപാട് ആൾക്കാരായിട്ടും ഒരുപാട് ലഗേജും എല്ലാവരുടെയും കടന്നു വരുമ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് കാണല്ലേ പെട്ടെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുത സ്തബ്ധനായിക്കൊണ്ട് ഒരു 4 വരി അറബിയിൽ ഒരു വരികൾ പാടുണ്ടായി. പാടും അർത്ഥങ്ങളൊക്കെ അറിയോ. എന്താണ് അദ്ദേഹം പാടിയത്? റഅയ്തു ബിറബ്ബിൽ അംസി യാ സാഹിബൽ ഗബൽ യസീറു ബിലാ റിജിലിൻ അലാ റൈബി ഹാലിബ بصوت بكوكو كوشي مع الدخان وفيه الأناس والمتاع أجائباي. ശബ്ദത്തോടു കൂടി ഇത്രയും ജനങ്ങളൊക്കെ ആയിട്ട് വണ്ടി കൂട്ടി പേടിക്കുന്നു. ഇത് കണ്ടപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു 4 വരിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, കണ്ടുപിടുത്തതാണ്. കാരണം ഞാൻ കാണാപ്പാടം പഠിച്ചപ്പോഴെങ്കിലൊക്കെ കുടുംബം പക്ഷെ പക്ഷെ നമ്മൾ സാധാരണക്കാരുടെ ഇടയിലൊക്കെ പാടുമ്പോൾ മനസ്സിലുണ്ട് എന്തായിരിക്കും പച്ചാപ്പ അതിന്റെ അർത്ഥം എന്നങ്ങനെ അവരിങ്ങനെ ഊഹിച്ചു നിൽക്കുന്ന അങ്ങനെ സന്ദർഭം വരികയാണെങ്കിൽ പലരും മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ വരികൾ മലയാളത്തിലുണ്ട്. വാഹനം ഞാൻ കണ്ടടോ പാദം റൈലോടുന്നുണ്ടോ പുകയോടെ ശബ്ദം പൊന്നേ ചരക്കും മർത്യരും അതിലുണ്ടോ എന്നാണ് അത്ര അർത്ഥം എന്ന് ഞാൻ ആ വരി പാടിയിട്ട് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. റഅയ്തു ബിറബ്ബിൽ അംസി റഅയ്തു ബിറബ്ബിൽ അംസി യാ സാഹിബൽ ഗബൽ യസീറു ബിലാ റിജിലിൻ അലാ റൈലി ഹാലിബാ ബിസൗതിൻ ബികൂകു ഗോവശി മഅദ്ദുഹാൻ
وفيه الأناس والمتاع عجائبا ഭയങ്കര പൂജാരാണ്. അതിൻ്റെ ഉള്ളിലെ എല്ലാ സിറും ഹൈറൊക്കെ മൂപ്പർക്ക് അറിയാതെ കേൾവിക്കാർ ചിലപ്പോൾ സംശയിക്കും. അതിന് വേണ്ടി ഞാൻ അവരോട് പറയലുണ്ട്, അതറിയില്ല, ഇത് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ മാതിരി അത് പഠിപ്പിച്ച മാതിരി ഞാൻ പഠിച്ചതാണ്, പക്ഷെ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമില്ല, അവരെന്നെ എഴുതിയ വരികളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പഠിക്കും. പക്ഷെ ഇങ്ങനെ 14 വയസ്സ് വരെ തീവണ്ടി കാണാതെ 16-ാം വർഷം തീവണ്ടി കണ്ടപ്പോൾ വയസ്സിൽ തീവണ്ടി കണ്ടപ്പോൾ ഇങ്ങനെ 4 പേര് പറ്റി ആരംഭിച്ച മഹാനാരാണെന്ന് ഈ കൂട്ടത്തിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അഥവാ അറിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ. കേരളമെന്ന നാടിതിൽ കേളിമികച്ച വീടതിൽ കകത്തറ കുടുംബത്തിൽ കേരളമെന്ന നാടതിലെ കേളിമികച്ച വീടതിൽ കകത്തറ കുടുംബത്തിൽ വെളികൂടാതെ വിഷമം കൊള്ളുന്ന ഉമർ ഖാദി ഉപ്പാപ്പയാണ്. അങ്ങനെ ആദ്യമായിട്ട് തീവണ്ടി കണ്ടത് ഇങ്ങനെ അദ്ദേഹം ആലപിച്ചു എന്നാണ് പറയുന്നത്. വീണ്ടും അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് പറയാനുണ്ടെങ്കിൽ 2 വരി കൂടി. മാനവരം കാലത്ത് മാനവർക്കൊക്കെ ആപത്ത് മേലയറബിനോടുത്ത് മഴയോ വന്ന് ചോരിത്ത് മനത്തിലൊന്ന് പോയിടും കുഴി കൊടുത്ത് വന്നിടും പരിശുദ്ധ പണ്ഡിമക്കയിൽ തെപ്പിച്ച ലോകപ്പ് ചെയ്ത് മാനിനെ ലോക്ക് ചെയ്തെന്ന് കൂട്ടിയേ നിസ്കാര നേരം വന്നല്ലോ ഉമർ പുറത്തല്ലോ മാനവരാശിക്കാകെയും മതിപുളവാക്കി ധീരരും മന്നാലിൽ സ്ഥാനം നേടിയ ഉമർ കേരളമെന്ന നാടതിൽ കേളിമികച്ച വീടതിൽ കകത്തറ കുടുംബത്തിൽ ഉമർ അതാണ് നമ്മുടെ ഉമർഖാദി പാപ്പാനെ പറ്റി എനിക്ക് നിങ്ങളെ മുമ്പാകെ വിടാറുള്ളത്. അടുത്തതായിട്ട് ഈ ലോകത്ത് ഒരുപാട് കുട്ടികളെ നമ്മളൊക്കെ ജനിച്ചെങ്കിലും അതെങ്ങനെയൊക്കെ ജനിച്ചു എന്നുള്ളത് തുറന്നു പറയേണ്ട ആവശ്യമില്ല. ഒരു സ്ത്രീയിൽ ഒരു പുരുഷൻ നിൽക്കുന്നതോടുകൂടി സ്ത്രീ ഗർഭിണിയാവും. അങ്ങനെ നമ്മളൊക്കെ ഈ ലോകത്ത് അങ്ങനെ സംഭവം ഇല്ലാതെ ഒരു കുട്ടി പ്രസവിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു വിടലാണ് അടുത്ത് വിടാൻ പോകുന്നത്. വാക്കാണ് വീട്ടിന്റെ കിഴക്കൊരു കുളത്തിങ്ങനെ മറിയമ്പി ഒറ്റക്ക് കുളിക്കുകയായ നേരം പൊഞ്ചിരി തൂകി നേരെ വരുന്നൊരു മനുഷ്യനെ കഞ്ചരി കഴിയുകയായ ഒട്ടും മടിക്കാതെ ആ മനുഷ്യനങ്ങടുത്ത് എത്തിയ നേരം ബിബി പറഞ്ഞിടை ചൊല്ലിത്ത് പെണ്ണിയാ കുളിക്കുമ്പോൾ അടുക്കാമോ സ്ഥലത്ത് പോകുതി തനിയെന്ന് ജീവിതം വിട്ടൊഴിത്ത് കേട്ടുട നേരം തിരക്കുകയായി അനേതുതൻ കൽപ്പനയാൽ ഞാൻ നിന്നിലടുക്കുകയായി നാഥൻ കുട്ടിയെ നൽകാൻ നിനക്ക് വിട്ടതാണെന്നറിഞ്ഞേക്ക് അറിവായ സമയത്ത് പൊതുവെയാൾ മഹതിയാൾ പോകുന്ന് മരഞ്ഞെനിക്കില്ല പിന്നെ ആരാനും പുരുഷനെ വല വെച്ച് പിടിച്ച് ഞാൻ ചരിത്രം കളഞ്ഞിട്ടും ഇല്ല. കാര്യം ഇതാണെന്ന്
മധ്യനുടൻ റബ്ബാദിക്കും കൈപ്പുള്ളോനാണെന്ന് അവൻ പറഞ്ഞു ശ്രദ്ധിക്കൂ. തരുണിയുടൻ പുടകൂടിയെടുക്കുകയായി ഭയത്തോടെ ദേഹവിലങ്ങിനെ കെട്ടി മുറുകുകയായി ധൃതിയോടെ ദൂതനപ്പോതിൽ സൂറി ഊതിടെ ബീവിന്റെ മാറിൽ പൊന്തി പൊന്തി പ്രസവത്തിൽ വേദനയുടൻ പിടിക്കൂടി ദൂരെ ആരാരും കാണാത്തൊരിടത്ത് വാടിക്കരിഞ്ഞൊരു കാരകമരച്ചോട്ടിൽ ഓടി. ആദിയിലിരിക്കുമ്പോൾ പ്രസവിച്ച് മരിക്കാൻ അന്നേരം പൊതിച്ചു ബീവിയെ രോഗം മറക്കാൻ ദൂതന പൊതിന് വിളിച്ചോതി നാം ക്ഷമിക്കാൻ ചരത്ത് കൂടെയുണ്ട് വെള്ളം കോരി കുടിക്കാൻ വേദനയും ക്ഷീണമകറ്റിടാൻ ചരത്തുള്ള വാടി ഉണങ്ങിയ വൃഷവിളക്കിടാൻ എന്നാൽ നല്ല ചന്തമിൽ കോടിയും നന്നായി മുന്തിയ പഴങ്ങൾ ഒന്നായി ഒന്നും നീ ആരോടും പറഞ്ഞിടന്റെ വീട്ടിലേക്ക് ചെന്നാലോ ചോദിക്കും എന്നോട് പുത്രൻ ഏതാണെന്ന് അപ്പോതിൽ നീ ചൂണ്ടിടേണം മകനോട് ചോദിച്ചിട്ടു മനവരോട്. പുന്നരത്തരുണിയാണിത് കെട്ടി മടങ്ങി വീട്ടിലെ കണഞ്ഞപ്പോൾ കുടുംബക്കാർ തടങ്ങി കണ്ണ് കലക്കി ബിബിയോട് ചോദ്യം തുടങ്ങി. കുട്ടിയെ നിനക്കൊന്ന് തെരിടന്ന് കുടുങ്ങി നിന്റെ ഉപ്പയും ഇപ്പടികൾ ചെയ്തിട്ടില്ല നിന്നിലും ഇത്ര ദുർവിധികൾ ഞങ്ങൾ ഓർത്തിട്ടില്ല. കൈവിരലിലുണ്ടി കുഞ്ഞിനിൽ ചോദിക്കാൻ വേണ്ടി ചോദിക്കാൻ വിരലിതുണ്ടും സമയത്തിൽ അവരെല്ലാം വാദിച്ചിടുന്നു ഞങ്ങൾ എന്ത് ചൊല്ലും. തൊട്ടിയിൽ കിടന്നുറങ്ങിടും ചെറുകുട്ടിയോട് ഒട്ടുമേ ഞങ്ങൾക്കില്ല ഭ്രാന്ത്. ആദിയാൽ വിധിയാനെ കുട്ടിയപ്പോൾ പിടഞ്ഞ് അല്ലാഹു എന്നെ നബി ആക്കിയെന്ന് ഒഴിഞ്ഞ് എന്നോട് തന്നെ നമസ്കാരം മറ്റും പറഞ്ഞ് ഏതേത് നേരം ഗുണം എനിക്കവൻ ചൊരിഞ്ഞ് അതിനിക വേണ്ടി ചെയ്യുക കാണുകയായി മനുഷ്യനെ ഉള്ളവൻ വെച്ചൊരു കള്ളികൾ നീങ്ങുകയായി. നബിയോരെ നാമം അറിഞ്ഞിടാൻ ആശ നിൻ മനസ്സിലുണ്ടോ? വീട്ടിന്റെ കിഴക്കൊരു കുളത്തിങ്കര മാറിയങ്ങി ഒറ്റക്ക് കുളിക്കുകയായി നേരം പുഞ്ചിരി തൂകി നേരെ വരുന്നൊരു മനുഷ്യനെ കഞ്ചകി കനിയുകയായി. അടുത്ത വീട്ടിലെ ഭയങ്കര ഓർമ്മത്തോടു കൂടി അതാണ് 97 പേര് നമ്മളെ ഇവിടെ എന്ത് പണിയിട്ട് എന്റെ 16 വയസ്സിൽ ഞാൻ ഒരു മഹാൻ അമ്പലത്തിൽ വെച്ച് ഇവിടെ ഒരു പാട്ട് പാടും. ഇത് പാട്ടാണ്. അങ്ങനെ ജോലിയൊന്നുമില്ലാതെ കേരളത്തിനകത്തും പുറത്തൊക്കെ ചുറ്റിക്കറക്കി നടക്കുന്നത് ഇതിനിടയിൽ അവിടെ നേർച്ചയിൽ പോയ ചോറിട്ടു വിഷപ്പ് മാറ്റാൻ എന്നുള്ളൊരു സീനറി കിട്ടുക മാത്രമല്ല ഒരാളിൽ ചോറ് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ആ നേർച്ചയിലേക്ക് കൂട്ടിപ്പോയി. അവിടെ ചെന്ന് അന്ന് 16-17 വയസ്സുണ്ട്. അവിടെ ചെന്ന് ഇഷ്ടം പോലെ എല്ലാം കിട്ടും. നല്ല സുഭിക്ഷമായി ലക്ഷണമൊത്ത ഭക്ഷണം കിട്ടി. അതൊക്കെ കഴിച്ചു. അങ്ങനെ രാത്രി സമയമാണ്. അവിടുത്തെ എവിടെയൊക്കെ വന്നാൽ കരണ്ടും പൊളിച്ചൊന്നും ഒരു കാലഘട്ടം അവിടെ വേറെ ടൗണൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പൊ നേരം കൊടുത്തിട്ട് പോകാനാരുമില്ല, ടൗണല്ല എന്നുള്ള നിലയ്ക്ക് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാളൊരു ചൂര കട്ടിലിന്റെ മുകളിൽ മലർന്ന് ഇങ്ങനെ കിടക്കുന്നത്, ചിലപ്പോൾ ചെരിഞ്ഞ് കിടക്കുന്നത്, ജയിച്ചിരിക്കുന്ന ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ 4 ഭാഗത്ത് കുറെ ആൾക്കാർ സ്വലാത്തുകൾ പലതും ചെല്ലിയിരുന്നു. പക്ഷെ വിഷയം മാറ്റിക്കൊണ്ട് പെട്ടെന്ന് പാട്ട് തുടങ്ങുക.
പാട്ട് തുടങ്ങുന്നതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ അത് അടുത്ത് കൂടിയിരുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിന് നല്ല പാട്ടൊക്കെ പാടും. അപ്പൊ അവരിങ്ങനെ ഓരോ വിഷയം പാടുന്നുണ്ട്. അതൊക്കെ വിടുകയും അപ്പൊ ഒരു പാട്ട് മതൊരു പാടും. പിന്നെ അനസല്ല അദ്ദേഹം വിടുകയും അപ്പൊ അത് വിടും. ഈ മഹായി കിടക്കുന്ന ആള് ഒരു പേരെടുത്ത് പറഞ്ഞ ഒരു പാടി കൊടുത്തു. അതിനിടയിലാണ് ഇതിങ്ങനെ കേട്ടപ്പോ എനിക്കൊരു വിടാൻ ചാൻസ് തകടില്ല എനിക്ക് തോന്നില്ല. അന്നിങ്ങനെ പാട്ട് പാടാൻ വലിയ കമ്പാണ്. ഇപ്പൊ പിന്നെ പൈസ ഇട്ടാനുള്ള കമ്പാണ്, പാടാൻ കമ്പല്ല. ഇത് പാടിയാലേ കിട്ടും, അങ്ങനെയുള്ള കമ്പാണ്. എന്നോട് ചോദിക്കണില്ല കാരണം പറഞ്ഞതാ എന്ന് വെച്ചിട്ട് തീരൊക്കെ വേണമെന്നല്ലേ പറയില്ല. അപ്പൊ അതിന് പറ്റില്ല. അപ്പൊ ഏതായാലും ഇന്നൊരാകെ ഒരു പാടായിരുന്നു എന്റെ മനസ്സിലുണ്ട്. അന്ന് എന്നോട് ഞാൻ വിടലെന്നായിട്ട് അങ്ങനെ ഇവരോട് ഇങ്ങനെ പറയുന്നില്ല. കയ്യിൽ പറഞ്ഞു അതിനെ അവരെ മനുഷ്യനെ പറ്റി കവാലി വിടാൻ പോകുമ്പോ നാലാൾ തലയോടി പാപ്പ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കി പാപ്പ എന്നുള്ള അദ്ദേഹത്തിനെ വിളിക്കാം. നമുക്ക് അത് അറിയില്ല. ഞാനിങ്ങനെ ആവേശപരനായിട്ടിരിക്കില്ല. ഞാൻ ഇതിന്റെ ഇടയിൽ വിളിക്കാം. ഞാൻ വിടാ. അപ്പൊ മുമ്പേ സാധനങ്ങളെ കൂടുതലൊക്കെ കുറെ കൂക്കിരിമാരുണ്ടാവില്ല, പച്ച തലയൊക്കെ ഷാളൊക്കെ ഇട്ട് അവര് കുട്ടുപോയിക്കാം. ഞാൻ വെട്ടിരിക്കാൻ വിടാ. അങ്ങനെ ഞാൻ മൈക്ക് അവരുടെ മൈക്ക് സെറ്റൊന്നുമില്ല ആ കാലം. ഈ ലൈറ്റൊന്നും ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പെട്രോൾ ടാക്സ് വരെ കാലം ഇരിക്കലൊക്കെ നേരത്തെ വായിട്ട്. ഏതായാലും ഞാനൊരു പാടാൻ പറഞ്ഞപ്പോ ഞാൻ ഒരു പാട്ട് പാടും. ആ പാട്ട് ഇപ്പൊ ഞാൻ പാടിയ കരിയും പോലെയാവും, അന്ന് ഞാൻ പാടിയ പാട്ട് പാടും പോലെയാവും. ഏതായാലും ഞാൻ സാമ്പിൾ ഇട്ടില്ല. عبد القادر جيلاني غوث العظم يا جمالي يا عبد القادر جيلاني بغداد الشريف بادشاه جنات النساء بدر الهدى مصطفى من قربان الجوان ജഗദീപ യേ ഗുലാമൻ യ ജവാനി യേ ഗുലാമൻ യ ജവാനി യാ അബ്ദുൽ ഖാദിർ ജിലാനി ഹുസ്നുൽ ഇൽം യ ജവാനി യാ അബ്ദുൽ ഖാദിർ ജിലാനി. അതെ, നമുക്കിപ്പോ പാടാനുള്ള ആരോഗ്യം ഇങ്ങനെ നാലടി പാട്ട് വളരെ ആവേശത്തോടു കൂടി ഞാനത് പാടിയപ്പോ പിന്നെ മുമ്പേക്ക് ഇന്നെ വിടാൻ പറ്റും. എന്നോട് പറഞ്ഞു നാളെ കൂടണം, പോകരുത്. പിന്നെ പിറ്റേന്ന് പറഞ്ഞു ഇനി പോകരുത്, നാളെ കൂടണം. എനിക്കാണെങ്കിൽ അത് ചോറ് കിട്ടിയാൽ മതി, വേറെ കാര്യം പൈസ ചോറ് കിട്ടണം. പിന്നെ ഇങ്ങനെ പാടാൻ ചാൻസ് ഇല്ല. ഞാൻ വേണ്ടി പിന്നെ നേരെ പോയി നോക്കുമ്പോ എല്ലാവരും ഞാനെ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഇന്റെ കാര്യമാണ്. ശരിക്കും പോലെ ഞാൻ പറ്റിയ ആളായിട്ട് വരെ കൂടുതലാണ്. അങ്ങനെ ഞാനൊരു കൊല്ലക്കാലത്തോളം അവരെ പിന്നാലെ അങ്ങനെ വിടൽ പേരെന്നെ വിടൽ വിടൽ. അപ്പൊ മുമ്പേ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ എവിടെ കൊണ്ടുപോകും. അവരെ കൂടുതൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ കൂടുതലൊക്കെ പോകും. കേരളത്തിന്റെ പുറത്തും ഒക്കെ പല സ്ഥലത്തും. അപ്പൊ അവിടെ ചില സമയം പാട്ടേക്കാൻ തോന്നിയ അപ്പൊ പിന്നെ ആരെ കണ്ടിച്ചാൽ അവരോട് പറയും ഞാൻ കണ്ടിട്ടോട് കൂടെ. അങ്ങനെ ഒരു കൊല്ലക്കാലം ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ ഇങ്ങനെ വിട്ടുകൊടുത്തു, മൂപ്പർക്ക് വിട്ടുകൊടുത്തിട്ട് അങ്ങനെ നടന്നു. അങ്ങനെ അവസാനം ഒരു ദിവസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഉപ്പാപ്പ എനിക്ക് താഴൊന്നുമില്ല, കൂടി ചെലവിനില്ല, വലിയ ബുദ്ധിമുട്ടാണ്, പണി കൂടാതെ അവിടെ വന്നു വിട്ടത്, ഇന്നലെ ജോലി വേണമെന്നൊക്കെ പറയും. അങ്ങനെ വൈകിയില്ല. ഒരിക്കൽ പറഞ്ഞാൽ പറയാ എനിക്ക് ജോലി വേണമെന്നില്ലേ, ഇത് കാര്യം കഴിഞ്ഞ ജുബേല് ആ ജുബേല് വീസയിൽ കൈയിട്ടിട്ട് കുറച്ച് നോട്ട് വാരിയിട്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ വിട്ടോ, പോയിക്കോ, ഇത് പോയിട്ടാണ് വിട്ടാൽ മതി. പെട്ട നല്ല മുസ്ലിം മക്കളോട് നമ്മുടെ ആൾക്കാരോട് പോയിട്ടാണ് വിട്ടോ. ഒരു പണിയെടുക്കണം ആയാൽ പോരാ. കുട്ടികളുടെ മക്കളെ കല്യാണം കഴിച്ച് പ്രാരാബ്ദവും വിഷമവും പറഞ്ഞ് പ്രാരാബ്ദമൊക്കെ ജീവിച്ചോട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാശ് അങ്ങോട്ട് പോയിക്കോളാം. അങ്ങനെ ഞാൻ ആ പൈസ ഒക്കെ എങ്ങനെ നടന്നു. ആ അന്നത്തെ കാശ് ഒരുപാട് ദിവസം വെറുതെ നടന്നു തിന്നാനുള്ള വകുപ്പുണ്ട് ആ നാട്ടിൽ. ശരിക്കും അതൊക്കെ കഴിഞ്ഞാൽ രണ്ടാമത് വെള്ളം വഹിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ചായപ്പൊടിയെ കയറിയിട്ട് നാട്ടിൽ കൊണ്ടില്ല. ചായപ്പൊടി അത് ചെറിയ
അനന്തമായ കുഴപ്പമൊന്നുമില്ല. ആ ബന്ധുവിൽ കാരണന്മാരുന്ന ആൾക്കാരൊക്കെ ചാടിക്കാൻ വന്നിട്ടുണ്ടാവും. അവിടെ വന്നിട്ട് ഞാനാണ് പോകും. അപ്പൊ അവിടെ ചെറിയ പ്ലേറ്റ്, ആ പ്ലേറ്റിന് 2 പൈസ, 1 നയാ പൈസ, 5 പൈസ ഒക്കെ ഉള്ള കാലം അതൊക്കെ അതിന് കിട്ടും. ഇനി പിന്നെ പാട്ടൊക്കെ പൈസ അവരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഡെസ്ക് ബാക്കിലോ ഞാൻ കഴിഞ്ഞാൽ പാടും. അപ്പൊ ഈ പ്ലേറ്റിൽ ഇട്ട പൈസ അത് വീണ്ടെടുത്ത് പിന്നീട് ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന പൈസ പിരിയന്നെയാണ്. അങ്ങനെ ഇതിനെ കൊണ്ട് അത്തനെ കൊണ്ട് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുമ്പോൾ അങ്ങനെ പാടി നിർത്തി എന്റെ പാട്ട് കേൾക്കുമ്പോൾ പൈസയില്ല. അവസാനം നോക്കുന്നുണ്ടാവില്ല. അങ്ങനെ അടുത്ത പിടിയൊക്കെ അങ്ങനെ നടന്ന് അവസാനം ഞാൻ ഇവിടെ കോളേജിലെത്തി. ഈ ഇങ്ങനെ പറഞ്ഞ ആള് ആ മഹാൻകുടി പാട്ട് നല്ല നെയ്ജിണ്ടാക്കിയതാ. എന്റെ പ്രാസം കണ്ടിയൊന്നും ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾ കേൾക്കണം. ആരാണ് വിടാൻ പറഞ്ഞ ആള്? മണ്ണാറ് കണിഞ്ഞടുത്തായുള്ള അമ്പം കുന്നിലായി ശരഫാൻ മൺമറഞ്ഞൊര മഹാനായുള്ള ഉപ്പപ്പ പിരാരുലിയ അഹദവന്റെ പ്രിയമലിയ അജ്മീറിൽ നിന്നിറങ്ങി ഭാരതമണി കറങ്ങി മഹാൻ അമ്പം കുന്നിലായി മറഞ്ഞേ, അമ്പം കുന്നിലായി മറഞ്ഞേ. ഖാദിമായുള്ള കബിൽ മുഹമ്മദ് മുസ്ലിയാബിലിരുന്നേ, പണ്ഡിതന്മാരും സൂഫിയും മസ്താൻ ഫഖർ മിസ്കിന്മാർ വരുന്നേ. വീരനുപവ വലിയ കാണാൻ അരികിൽ ചലങ്കണഞ്ഞേ, അവരെ കുള്ളും മുറാദ് ഹാസിൽ മനം ഫർഹായി കഴിഞ്ഞേ, മനം ഫർഹായി കഴിഞ്ഞേ. മണ്ണാറ് കടി നടുത്തായുള്ള അമ്പം കുന്നിലായി ശരഫായി മൺമറഞ്ഞോര മഹാനായുള്ള ഉപ്പവിരാരുലിയ. ഹാദിമായിട്ട് പല പെണ്ണും അവരരികിൽ നിരന്നേ, അവരിലെല്ലാം തത്വമിടും നൽകി അവരും നടന്നേ. മനം ഫർഹ പല മുഖതും പലർകളിലും ലഭിത്ത്, അജ്മീർ ഫഖീർ ബിലാലുലിയൻ റഹ്മത്തുകൾ കനിത്, റഹ്മത്തുകൾ കനിത്. മണ്ണാറ് കടിഞ്ഞടുത്തായുള്ള അമ്പം കുന്നിലായി ശരഫായി മൺമറഞ്ഞൊരാം മഹാനായുള്ള ഉപ്പപ്പ ബിലാലുലിയ. മമ്പുറത്തിന്ന് മണ്ണക്കെടുത്തും അതിന് മുമ്പ് പരനെ പത്തിരിയും അച്ചാറും കൂട്ടി ഭുജികാത്തത് തരണേ. അമിതമോഹം തീർത്ത് എന്നിൽ സുഖം തരണേ റഹീമേ. അവനിയും തേട്ടം ഞങ്ങളിലും നീ പൂലാക്കിട് വരണേ, പൂലാക്കിട് വരണേ. മണ്ണാറ് കടിഞ്ഞടുത്തായുള്ള അമ്പം കുന്നിലായി ശരഫായി മൺമറഞ്ഞോര മഹാനായുള്ള ഉപ്പപ്പ വിരാരുലിയ. പന്നിയും കൂട്ടം വരുന്നുണ്ടെന്ന അവരെ കൊണ്ട് പറഞ്ഞേ, കടക്കാരന്റെ കടയിൽ പന്നി കൂട്ടം ക്ഷണം കടന്നേ. സകലം കുത്തി പൊളിച്ച് പന്നി തജിപ്പണമാക്കിടുന്നേ. ഇതുപോലെ നവതി കറാമത്തുകളും കാട്ടിപ്പിരിഞ്ഞേ, ഇന്നാലില്ലാഹി പറഞ്ഞേ. മണ്ണാറ് കടിഞ്ഞടുത്തായുള്ള അമ്പം കുന്നിലായി ശരഫായി മൺമറഞ്ഞോര മഹാനായുള്ള ഉപ്പപ്പ വിരാരുലിയ. അഹദവനെ ഇവരെ മക്കാം ശരീഫിൽ ഏറും ജനങ്ങൾ, പല രോഗങ്ങൾ മുറതും കൊണ്ട് വലഞ്ഞവരാം ഇവകൾ. ഇവരെ ഹക്ക ഞങ്ങൾ മുറാദ് കബൂലാക്കിട് പരനെ. അജ്മീർ ഖാജ മുഈനുദ്ദീൻ
ഹാദിമായി വരാൻ നീയ ഹാദിമായി വരാൻ മണ്ണാർക്കാടിൻ അടുത്തായുള്ള അമ്പം കുന്നിലായി ശരഫാൻ മൺമറഞ്ഞോരാം മഹാനായുള്ള ഉപ്പമിരാനുരിയാം അല്ലെ നമ്മുടെ സ്പോൺസറോട് കൂടി അവിടെ ഉണ്ടോ വിചാരിച്ചിട്ട് മടുത്തിട്ട് ആ ജനങ്ങൾ തമ്മിൽ അസൂയ കിബർ കൈകൊത്തിട്ടത് ഫലമാണ് ജഗത്തിൽ പടച്ചതെല്ലാം പലതും പല വിധമാണ് മനുഷ്യർ ചിലർ വെളുത്തോ ചിലർ കറുത്തോ ചിലർ തടിച്ച് മലച്ച് ചിലർ വളഞ്ഞു ഒടിഞ്ഞ് പറ്റേ ചടച്ച് ജനങ്ങൾ തമ്മിൽ അസൂയ കിബർ കരുതിട്ടത് ഫലമാണ് ജഗത്തിൽ പടച്ചതെല്ലാം പലതും പല വിധമാണ് മനുഷ്യർ ചിലർ കറുപ്പണയും അടിയിൽ നല്ല മികവ് മറിച്ച് ചിലർ വെളുപ്പണയും തെളിവ് മനുഷ്യർ ചിലർ വളരെ തീണ്ടോ ചിലർ കുറിയോർ കുറച്ച് വയറുണ്ടായാൽ ചിലർക്ക് ചന്തം ചിലർക്ക് നേരെ മറിച്ച് ചിലർക്ക് അതിബുദ്ധിയ നദിന്റെ നേരെ പതല് മനുഷ്യരുണ്ട് അവർക്ക് കോപർ കഴുതയുടെ അത്തല് മരിക്കുകയും മരിച്ചിട മനുഷ്യരുണ്ട് ചുരുക്കം മരിക്കും മുമ്പേ മരിച്ചു മണ്ണായി പറയുന്നൊരാളധികം ജനങ്ങൾ തമ്മിൽ അസൂയ കിബർ കരുതിട്ടത് ഫലമാ ജഗത്തിലല്ല പടച്ചതെല്ലാം പലതും പല വിധമാ ഒരേ മരത്തിൽ ജില്ലകൾ പോലും എടുത്ത് നോക്ക് പലതാ ഉടയവന അഹതവന്റെ കുതിരത്ര വലുതാ ഉരകുന്നാടിൻ്റെ അകത്ത് പേരും പ്രസിദ്ധിയുള്ളോർ പലര് പുതും മണ്ണവാലത്ത് തുണക്ക് നടക്കാൻ പറ്റും ചിലര് ചിലർ പറയും ചിലർ എഴുതും ചിലത് രണ്ടും നടത്തും ചിലർ പറഞ്ഞ് ചിലർ എഴുതി സഭയെ മനം കെടുത്തും ചിലർ പലർക്കായി ചിലർ പഠിക്കായി ചിലരോ ഇടനിലക്കാർ ചിലർ പുറങ്കാൽ ഇടമില്ലേയും നടപ്പിൽ നല്ല ഗമക്കാർ ജനങ്ങൾ തമ്മിൽ അസൂയ കിബർ കരുതിട്ടത് ഫലമാ ജഗത്തിൽ പടച്ചതെല്ലാം പലതും പല വിധമാ മനുഷ്യർ പല തരമണന് ഉമകളിൽ പഠിച്ച് പഠിച്ചവൻ തൻ ഗുണം ചിലർക്ക് ചൊരിയുമെന്നും ഗ്രഹിച്ച് മലയോട് കല്ലെറിഞ്ഞിട്ടൊരു ഫലവുമില്ലെന്നറിയോ മനസ്സിലുള്ള അസൂയ മാറ്റാൻ മരുന്നില്ലെന്നും തിരിഞ്ഞോ ജനങ്ങൾ തമ്മിൽ അസൂയ കിബർ കരുതിട്ടത് ഫലമാ ജഗത്തിലുള്ള പടച്ചതെല്ലാം പലതും പല വിധമാ ഒരു സാധാരണ വർത്തമാനകാലത്തെ പറ്റി പ്രാചീന കാലം അപ്പൊ ഞങ്ങൾക്ക് പല സ്കൂള് കോളേജുകളിലൊക്കെ സംബന്ധിച്ചുള്ള കുട്ടികളിൽ വരുന്ന ചില ദൃശ്യങ്ങളൊക്കെ കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്. ലഹരിക്ക് വേണ്ടി ജീവിതം തുലച്ചു വെല്ലണം, ലൈഫേ നിലക്ക് വേണ്ടി
ചോരമുക്കടോ സഹധർമ്മിണി മാതാപിതാക്കൾ മക്കളില്ലടോ സഹജത്തിന് വേണ്ടി ജീവിതം നീ മാറ്റി വെക്കടോ സമതിന്റെ കൽപ്പന മറന്ന് നീങ്ങിടല്ലടോ സുഹൃത്തിന്റെ വേഷമിട്ട് നിന്നിലെ കണഞ്ഞിടും സുഖമേഷിയാല് കാശി ജോലി ഒക്കെ തീർന്നിടും സ്നേഹം നടിച്ച് കൂട്ടുകാര് കാല് മാറിടും സഹികെട്ട് വീട്ടുകാരും നിന്നിൽ നിന്നകന്നിടും സകലം സഹിച്ച് നൊന്ത് പെറ്റ ഉമ്മ തേങ്ങിടും മോഹങ്ങളൊക്കെ നിന്നെ വിട്ടകന്നു പോയിടും മോനും ഒരു നാട്ടിന്റെ പാത പിന്തുടർന്നിടും മഹിയാകെ നീതമാടിയെന്ന് മുദ്ര കുത്തിടും മനുജർക്കിടയിൽ നീ വെറും കോമാണിയായിടും മനസ്താപമെന്നും എന്നും നിന്നെ വേട്ടയാടിടും സൗഹാർദ്ദമെന്നൊരൊറ്റ വാക്കിൽ തീർന്ന് ജീവിതം സൗഭാഗ്യമൊക്കെയും തകർത്തെറിഞ്ഞിടും വിധം സഹനക്കടൽ കര കാണാതെ നീ അലഞ്ഞിടും സമ്പാദ്യമൊക്കെ ദൂർത്തടിച്ച് നീ വലഞ്ഞിടും സന്തോഷമെന്ന വാക്കുകളും ഓർമ്മയായിടും സ്നേഹം കൊടുക്കുകയും ചിലർ ഇരുത്തുമാ വഴി ശശിച്ച കാലമെങ്കിലും കാണിക്കുമ്പോൾ വഴി സഹതാപമല്ല സ്നേഹമാവണം അതാ മൊഴി സത്യം തിരിയാത്തോരെ മുന്നിലുണ്ട് പെരുവഴി അമാന്യ ബോധമുള്ളവൻ ചാടൂല പടുകുടി ലഹരിക്ക് വേണ്ടി ജീവിതം തുലച്ചു വെക്കലോ ദൈവേനിക്ക് വേണ്ടി തരിച്ചോര പോക്കടോ സഹധർമ്മിണി മാതാപിതാക്കൾ മക്കളില്ലടോ സഹജർക്ക് വേണ്ടി ജീവിതം നീ മാറ്റി വെക്കടോ സമതിന്റെ കൽപ്പന മറന്ന് നീങ്ങിടല്ലടോ സ്കൂളിൽ പാടാൻ പറ്റിയ പാട്ട് ഹൈസ്കൂളിലൊക്കെ വല്ല പരിപാടികൾ കിട്ടലുണ്ട് ക്ലാസ്സിൽ പോയിക്കൊക്കെ ഇങ്ങനെ പിന്നെ പല പരിപാടികളൊക്കെ സ്കൂളിലെ വാർഷികം മറ്റു കുറച്ചൊക്കെ കൂടും അവിടെയൊക്കെ പാടാൻ പറ്റും നിങ്ങളെ ഇത് പാടാൻ അധികം പറ്റാണ് എന്നാലും അങ്ങനെ സംഭവം ഉണ്ട് പാടി പിന്നെ ഒരു ഉപദേശങ്ങളോട് എന്താ പറയുക പള്ളു നിറച്ച് രസിച്ച് നടന്ന് ഇത് ഒരു പാടിയാറി എന്നതിനെ നമുക്ക് പാടാം പള്ള നിറച്ച് രസിച്ച് നടന്ന് പൊണ്ണത്തടിയത് മേറ്റി നടന്ന് ജീവിത ശൈലിയിൽ രോഗം വന്ന് കുഴങ്ങണ്ട തൽക്കാലം നീ പോകൃതി അധികം പോകണ്ട ഇലക്കറി പച്ചക്കറി കഴിച്ച് നീ നടന്നു വറുത്തതും പൊരിച്ചതും ഒഴിവാക്കി നടന്നു പക്ഷിയും കൊക്കോള കുടിച്ച് കഴിയണ്ട പ്രഷറും കൊളസ്ട്രോൾ ഷുഗറും പേറി നടക്കണ്ട പള്ള നിറച്ച് രസിച്ചു നടന്ന് പൊണ്ണ് തടിയത് വേറ്റി നടന്ന് ജീവിത ശൈലിയിൽ രോഗം വന്ന് മുടങ്ങണ്ട തൽക്കാലം നീ പോകൃതി അധികം പോകണ്ട പതിവായിട്ടര മണിക്കൂറെങ്കിലും നടക്ക് വ്യായാമം പതിവാക്കി ജീവിതം നയക്ക് പതിവായിട്ടര മണിക്കൂറെങ്കിലും നടക്ക് വ്യായാമം പതിവാക്കി ജീവിതം നയിക്ക് ആഹാരം മിതമാകാനീയും മടിക്കല്ലേ ആരോഗ്യം സമ്പത്താണെന്ന് മറക്കല്ലേ ഇന്റർനെറ്റും വാട്സപ്പും ഫേസ്ബുക്കും നോക്കി ഇമെയിലും ചാറ്റിങ്ങും
ഗെയിംസും നോക്കി, ഇന്റർനെറ്റും വാട്സപ്പും ഫേസ്ബുക്കും നോക്കി, ഇമെയിലും ചാറ്റിങ്ങും ഗെയിംസും നോക്കി, പതിരയോളം ഉറക്കം വിളിച്ച് കഴിയണ്ട, കണ്ണതിൽ വേഗം ഫ്യൂസാകും മറക്കണ്ട, അള്ള നിറച്ച് രസിച്ച് നടന്ന് പൊണ്ണതടിയിതുമേറ്റി നടന്ന്, ജീവിത ശൈലിയിൽ രോഗം വന്ന് കുഴങ്ങണ്ട, തൽക്കാലം നീ നീ അധികം പോകണ്ട. അതിന് മാത്രം കൊറോണ പാട്ടുണ്ടാണ്, കൊറോണ അത് ശീലമല്ല. പാടിയാൽ ശബ്ദം മാറി ക്ഷീണം തോന്നി അതൊന്നുമില്ല. പക്ഷെ കേൾക്കുന്നവർക്ക് ക്ഷീണം തോന്നും. കാരണം ഇതിന് യാതൊരു ഇൻഷുറൻസ് ഒന്നുമില്ലല്ലോ. കാരണം കഠോരമായ ശബ്ദത്തിൽ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ കണ്ണട്ടങ്ങളിൽ ഇങ്ങനെ തുളച്ചരച്ച് കയറുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും. إن النعمة التي قد تفردا إلها بكونه وصمدا على طه النبي صلى أبدا كذا الآل وصحبه سرمدا إن النعمة التي قد تفردا إلها بكونه وصمدا على طه النبي صلى أبدا كذا الآل وصحبه سرمدا وبرد فعل أمدح من قد سبح نورا حامدا رب البرايا قبل خلق الخالق آدم واحدا سبح الله الأملاك وعددا سامعين تسبيح نور الهدى لما أوجد ربي ذا الوالدا ألقى فيه الإله نوردا إن رحمة الذي قد تفردا يكتم بطه ظهر في العالم ما لا يعد كيف لا لولاه لما خلق الإله شيئا وجاء رحما إلا كل خلق الإله بلا ابتلاء زد لنا فهما وعاقلا واغفر وادفع عنا البلاء واهدي هيديني يا من علا إنا نحمد الذي قد تفردا. അതെ, എവിടെങ്കിലൊക്കെ ചെന്ന് ഞാനത് പാടിയാൽ ഞാൻ പറ്റിയ ആളാവും. അതിന് വേണ്ടി പഠിക്കുകയില്ല. വലിയ ആളാണ്, തമാശ പറയട്ടോ. ഒരിക്കലും വലിയ ആളാകാനോ ഉള്ള പോകുന്ന നിർത്താൻ കൂടി നമ്മൾ ആഗ്രഹിക്കാത്ത ആളാണ്. പഴഞ്ചൻ മോഡലായിട്ട് നാടിന്റെ പേര് കേരള വിഷയങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ കേരളം. കേരളത്തിലെ ഏറ്റവും കേരള വിഷയങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ കേരളത്തിൽ കൃഷിയുടെ കലവറ എന്ന് പല എഴുത്തുകാരും കവികളൊക്കെ വിശേഷിക്കപ്പെട്ടിട്ടുള്ള ജില്ലയായ പാലക്കാട് ജില്ലയിൽ
ഏറ്റവും വലിയ താലൂക്ക് എന്ന് അവകാശപ്പെടുന്ന ഒറ്റപ്പാലം താലൂക്കിൽ മുൻകൊണ്ടു കിടക്കുന്ന പട്ടാമ്പി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലുള്ള ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ 21 വാർഡുകളിലെ 18ാമത്തെ വാർഡ് കൊണ്ടൂർക്കര എന്ന സ്ഥലം. അവിടെയാണ് വിടൽ പോയതിന്റെ വിടൽ. അതാണ് സ്ഥലം. അതിനെ പറ്റി സ്ഥലം പറഞ്ഞു. പിന്നെ വിടാൻ പോയ സ്ഥലങ്ങളെ പറ്റി പാടാനുണ്ട്. അതൊന്നും കാണാം. അന്നല്ല പക്ഷെ മുഴുവനാവൂല. ഏതാനും സ്ഥലങ്ങളാണ്. പട്ടാമ്പി പള്ളിപ്പുറം പള്ളം പറവണ്ണ പരപ്പനങ്ങാടി പാലക്കാടുവേ പാട്ടൂരും പെരിങ്ങാടും ഭൂതം പള്ളിച്ചറ വല്ലൂരി പൊന്നാനി കാടുവേ പയ്യന്നൂർ പഴയങ്ങാടി മാട്ടൂരും കാലങ്ങാട് കാസർഗോഡും കണ്ണൂരും മാഹിവള പട്ടണം തലശ്ശേരി ചെറുവത്തൂര് വടകര കൊയിലാണ്ടി താമരശ്ശേരി പൂന്നൂരും കൊടുവള്ളി ബാലുശ്ശേരി കോഴിക്കോട് ഫറോക്ക് കല്ലായി തിരൂരങ്ങാടിയും വേങ്ങര നിലമ്പൂര് മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർക്കാട് കൂറ്റനാട് ചാലിശ്ശേരി ഓങ്ങല്ലൂർ ഓമാനൂരും കോതകുറിശിയും കുളപ്പുള്ളി ഷൊർണൂർ കാലക്കാടുമേ മുതുകുങ്കലി കൊണ്ടയൂരും ദേശമംഗലവും ചീനിക്കര കറുകത്തൂരിട്ടോളമേ പട്ടുള്ളിക്കാവും ചുന്നങ്ങാട് പത്തംകുളവും വാഴാനി വഴക്കോടും കൊണ്ടുകരവരോടും വാണിയമ്പലം കാളിക്കാവ് കുറ്റിപ്പുറവും പണ്ടൂര് വളച്ചേരി മഞ്ചേരി പാറത്തൂരും ചെറ്റുവ ചാവക്കാട് മണത്തല താവലൂരി വെൺമേനാട് പങ്ക് പവർത്തി ചിറ്റാട്ടുകര ബസാവരുയൂര് കൊണ്ടയൂര് ഗുരുവായൂര് അട്ടറ കൊച്ചന്നൂര് നാമരങ്ങാടിയും ചമ്മണ്ണൂർ കല്ലൂരി മജീറയും അഖിലാടും അണ്ടത്തോടും പാമലപ്പെട്ടി മുട്ടം വെളികമ്പൊരു തിരുവക്രാക്കോട്ടപ്പുറം കൗകാലപ്പെട്ടി കുറ്റി പല അഞ്ചങ്ങാടിയും കുമരല്ലൂർ കുന്നം കുളം കൊടുങ്ങല്ലൂരാമയും കപ്പൂരി കാടാപ്പൂട ഒരുവലയൂരി വില്യംസും കരുവാലക്കുണ്ടും താഴി കടവി പാട്ടുമ്മനും കടപ്പുറം മുതക്ക കടവും കോണനി മാടൂട്ടി വളവ് തൊട്ടാപ്പും പാലങ്കടവും ചേർപ്പ് കൊട്ടപ്പട്ടി തമ്പ്രാൻപട്ടി ബാംഗ്ലൂര് മൈസൂര് കൊടുവായൂർ താഴിക്കുളവാടനപ്പുള്ളിയും തൃപ്രയ ചിറക്കൻ തൃശൂരുമേ കാഞ്ഞാണി മകള് മുല്ലശ്ശേരി നോയ കാവ് കണ്ണോത്ത് കരകമാടുമേ പേരും പിലാവും പുത്തമ്മാവ് വറ്റ പിലാവും പഴനിയും കരിക്കാട് കൊണ്ടോരും പത്തിരി പലാക്കി കാവ് എടപ്പുള്ളിയും പലയി പലയൂരും ചൊവ്വല്ലൂര് പടിയും ബ്രഹ്മകുളം തൈക്കാട് കേച്ചേരി പട്ടിക്കര പന്നി തലവും മണലി ആതൂര് വൈലത്തൂര് ചന്ദനം കുളം എടപ്പാൾ ചമ്പവട്ടം വന്നാവൂര് പിന്നെ ഉദ്യോഗിക സ്വകാര്യം പറഞ്ഞില്ല. ഞാൻ ഒരുപാട് മതകാര്യങ്ങൾ പാടാം. ഞാൻ AVM ഭക്താവിൽ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം ഇവിടെയാണ് ജനിച്ചത്. അദ്ദേഹത്തിന് നല്ല പ്രകാരത്തിൽ നേരിട്ട് മെയിൻ റോഡിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ അവിടെ ചെറിയ ഓടിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ പാട്ടൊക്കെ എഴുതി വാങ്ങിയിട്ടുണ്ട്. അപ്പോ ഭർത്താവിന്റെ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടിക്കൂടെന്നാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചത്. സംഗതി ചെയ്യാം. ഒരുപാട് പാട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. വിഷണത്ത് എങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മഹാകവി ഉനൈസ് ഇങ്ങനെ തുടങ്ങിയിട്ട് അനവധി ഒട്ടകത്തിന്റെ ഇങ്ങനെ ഒരുപാട് അദ്ദേഹകാല പ്രജസാത്തുകൾ. ഏതായാലും ഒരു പാട്ട് എനിക്ക് ഒന്ന് പാടാം. നബ്സലാണ്. പക്ഷെ പറഞ്ഞ കാര്യമില്ല. ഇവിടെ ഇടക്ക് വെച്ച് തെറ്റിയാൽ ഞാൻ നിർത്തും. ബുക്കുകളൊന്നും കഴിയില്ല. 77 വയസ്സ്, 77 വയസ്സാണ്. 77 വയസ്സ് ഇതൊക്കെ കൂടി കാണാപ്പാടം മനസ്സിൽ നിൽക്കണ്ടേ?
ഒക്കെ നിന്നിട്ടതൊക്കെ തൊഴിഞ്ഞ് പോവുകയാണ്. അതാ ബുദ്ധിമുട്ട്. അപ്പൊ ബുക്ക് വേണം. പക്ഷെ എങ്ങനെയൊരു പെണ്ണിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിട്ട് അത് വേറെ വേർപ്പിനൊക്കെ ഒന്ന് എടുത്തിയാൽ ഇപ്പൊ അത്ര ആവശ്യം വരില്ല. ഏതായാലും നമ്മളെ അദ്ദേഹത്തിന്റെ നാടാണ്. വേണമെങ്കിൽ കൂട്ടുകുടുംബങ്ങൾ വേറെ കുട്ടികളെ എന്തെങ്കിലും സാധനങ്ങളെ ഉണ്ടായിക്കൂടായില്ല. ഉന്നതമടി തട്ടിലായി തന്റെ പരിശുദ്ധ ശിരസുറങ്ങുന്ന സമയത്ത് ആദിത്യൻ മറഞ്ഞങ്ങ് പോയി. അന്നത്തെ അസറിന്റെ സമയവും കഴിഞ്ഞ് അലിയാരുടെ നമസ്കാരം കമാവായി വലഞ്ഞ് അമ്പിയ മകുടത്തിൽ മയക്കവും തെളിഞ്ഞ് അലിയപ്പോൾ കഥനത്താൽ മനോവിങ്ങി കരഞ്ഞ് വന്നുറസൂരുടെ കാരണം ചോദിച്ചു. നിനക്കുള്ള വ്യാകുലം എന്താണെന്ന് അന്വേഷിച്ചു. വരുന്നില്ല കാരണം ഇത് കൂടുതലായ ഇവർക്ക് വലിയ വിഷമാവും. അപ്പൊ ആയതുകൊണ്ട് എനിക്കിതിങ്ങനെ പാടുന്നോടുന്നുള്ളതല്ല. അങ്ങനെ പഠിക്കുന്നത് പറക്കൂല് ഇപ്പൊ നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ഏതായാലും പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് ഞാൻ ഇവിടേക്ക് എത്തിയത്. ഞാൻ ഒരുപാട് 1-2 മാസമായിട്ട് മഴക്കാലം മുമ്പൊക്കെ തന്നെ നമ്മളെ പെരുന്നാളൊന്നും കഴിഞ്ഞില്ല. ഞാൻ വിടാനും പോയിട്ടില്ല. ഞാൻ ദിവസം രാവിലെ പോണതാണ്. എവിടെയെങ്കിലൊക്കെ വണ്ടിയേക്ക് പോകും. കോട്ടൂരിലേക്ക് അതിൽ മൈക്കൊക്കെ ഉണ്ടാവും. എന്നിട്ടിങ്ങനെ വടകര, കണ്ണൂര്, അങ്ങനെ ആ ഭാഗത്ത് വയനാട് ഇങ്ങനെയൊക്കെ പോകും. 3-4 ദിവസങ്ങളൊക്കെ കൂടുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരും. അങ്ങനെ പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ എനിക്ക് തോന്നി പന്താവൂർ വഴിക്ക് പോവാണ്. പന്താവൂർ വന്നപ്പോ തോന്നി എനിക്ക് ഇവിടെ സിയാറത്ത്. അങ്ങനെ ഞാൻ ഇവിടേക്ക് സിയാറത്ത് എന്നുള്ളൊരു ഉദ്ദേശം. അവിടെ വന്ന് സിയാറത്ത് ചെയ്തതിനു ശേഷം ഇവിടേക്കോട് വഴിയിലേക്ക് നീങ്ങാം എന്നൊക്കെ മനസ്സിലാക്കി ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പുറത്തിറങ്ങിയപ്പോ നമ്മളെല്ലാ പഴയ കൊണ്ട് പറഞ്ഞു. പിന്നെ എന്താ വാർത്ത ഞമ്മളൊരു കാര്യമില്ല. കുട്ടികളുണ്ട് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം. അവിടെ പിന്നെ 4 ഇവിടെ. അപ്പൊ അന്നാ ശരി പോവാ. നല്ലൊരു കുട്ടികൾക്കാണ്. തുടക്കം കുഴപ്പമില്ല. ഇറങ്ങിയ മന്ദാമില്ല. ഏതായാലും അവിടെ പോയി ചെറിയ കുട്ടികൾ അവരെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് സമയം കിടന്നില്ല. ഒരു അരമണിക്കൂറൊക്കെ പാടി. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോരുമ്പോ ഒരു കഴിഞ്ഞിട്ടായിട്ട് ഒരു സംഖ്യയൊക്കെ കിട്ടിയിട്ടോ. അത് പല സംഖ്യ പറഞ്ഞില്ല. അത് അങ്ങനെ ആദ്യം ഇക്കൊല്ലത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. അങ്ങനെ അവിടെ നിന്ന് പോരുമ്പോ പറഞ്ഞ അവിടെ പാർട്ടിക്കാർ അവിടെ ഒന്ന് കൊണ്ടുവന്നു. വൈകുന്നേരം മകരീ ദേശം അങ്ങനെ അവിടെ പോയി. അവിടെ ഇടയിലാണ് എന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ വിളിച്ചു പറയും. അപ്പൊ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ഞാൻ കുഞ്ഞുമക്കാരെ പേടിക്ക് കൂട്ടിയതാണ്. കുഞ്ഞുമക്കാർ കുട്ടികളാണ്. നമ്മളെന്ത് ഒറ്റക്ക് പോകാൻ ധൈര്യമില്ല. ഉറക്ക് പോകണമെന്ന് പറഞ്ഞു. ഗ്രൂപ്പിലാണെങ്കിൽ കുട്ടികൾ കുഴപ്പമുള്ള കുട്ടികളൊന്നുമല്ല. സാധാരണ ഓരോ സ്കൂൾ കുട്ടികളൊക്കെ പരിസരം കല്ലെടുത്തെറിയൊക്കെ ചെയ്യും. പാട്ട് അപ്പൊ നിങ്ങൾ കല്ലെടുത്തൊരു വിചാരിച്ചിട്ടാണ് ഞാൻ മൂപ്പരൊക്കെ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ആത്മീയങ്ങളാണ്. നിങ്ങൾ ആദ്യമായി അനാചാരങ്ങളും വിഗ്രഹങ്ങളും കാട്ടാത്ത സാഹചര്യങ്ങളായ മക്കളാണെന്ന് പിന്നെ മനസ്സിലായി. വെറുതെ ഒഴിവാക്കി വിടാൻ. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ വന്നത്. പക്ഷെ പാട്ടുകളൊക്കെ ഒരുപാട് പാടാൻ പക്ഷെ സമയവും ഒരു പരിധിയില്ലേ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. പിന്നെ നിങ്ങൾ എനിക്കിപ്പോ പറയാനൊക്കെ 1946 എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത്. 1946 മെയ് മാസത്തിൽ എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ 1947 നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വന്നിരുന്ന വിധത്തിലാണ് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത്. ഞാൻ പ്രസവിച്ചിട്ടില്ല. ഇന്നും ബ്രിട്ടീഷുകാരുടെ അടിമകളായി ജീവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് 46 ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡാണ് ഒരു ഉറപ്പ്. 1946 ജനിച്ച എനിക്കിപ്പോ നോക്കുമ്പോൾ 77 വയസ്സായി. ഈ 77ാമത്തെ വയസ്സിൽ ഇങ്ങനെയൊക്കെ പാടാനുള്ള ഇതിലപ്പുറമാണ്. ഇങ്ങനെയൊക്കെ പാടാൻ എത്ര നേരം പാടാനും ഇങ്ങനെ പാടിയ ശബ്ദത്തിന് പ്രശ്നമായാലും ക്ഷീണമൊന്നും ഉണ്ടാവാറില്ല. അതിൻ്റെയൊക്കെ പ്രധാന കാരണം നാട്ടിൽ കേൾക്കുന്നവരായ നിങ്ങളെ പോലെയുള്ളവർ ദീർഘാശ കൊടുക്കട്ടെ, കൊടുക്കട്ടെ എന്നൊക്കെ പറയുന്നത് ദ്വാരക്കല്ലോ. അതിന്റെ ആ ദ്വാരയുടെ ഫലമായിട്ടാണ്
ഞാനിപ്പോ ഇങ്ങനെ പോകണം, അല്ലാതെ ഭക്ഷണമൊന്നും എനിക്ക് അത്ര കാര്യമായിട്ടൊന്നുമില്ല, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ പറഞ്ഞാൽ കേരളത്തിലെ ഏതാനും ജനങ്ങൾ, ഞാൻ എവിടെയെങ്കിലുമൊക്കെ കാസർഗോഡ് ട്രെയിനോ ബസ്സിനോ ഏത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നിൽക്കുകയാണെങ്കിൽ ഇന്ന അറിയുന്ന ഒരാളോട് മൊയ്തുക്കല്ലേ പാട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യവും സലാം വരും. ഇങ്ങനെ ഒരു ദിവസം ഒരു 10-150 സലാം പ്രാർത്ഥനയ്ക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ പേരിലാണ് കുഞ്ഞാര മക്കളെ ഞാൻ വിട്ടു പോണത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് അതിലൊക്കെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ചെയ്യണം. നമുക്കിത് വിടൽ നിർത്താൻ യാതൊരു രക്ഷയില്ല. വിടൽ നിർത്താൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം കുടുംബത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കണമെങ്കിൽ ഞാൻ വിടണം. അങ്ങനെ വിടാനുള്ള ലാഭത് വേണം, പിന്നെ ദീർഘായുസ് വേണമെന്നാണ്. അല്ല, ദീർഘായുസോട് കൂടി ആരോഗ്യാഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം. നിങ്ങൾക്കൊക്കെ വേണ്ടി എന്തൊക്കെ ദ്വാരക്കണം എന്റെ മനസ്സിലുണ്ട്, പുറത്തിങ്ങനെ പറയാനിക്കാറില്ല. ഞാൻ പറയാൻ പറ്റും. അപ്പൊ അപ്പൊ എന്റെ മനസ്സിലുണ്ട് നിങ്ങളെ പറ്റിയൊക്കെ, എല്ലാവരെ പറ്റിയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും ഐശ്വര്യങ്ങളൊന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.